മരണം എപ്പോഴും ശബ്ദമയമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് നിശബ്ദമായി ഇരുട്ടിന്റെ മറവിലായിരിക്കും വരിക. നാം സുരക്ഷിതം എന്ന് കരുതിയിരിക്കുന്ന നമ്മുടെ വീടിനുള്ളിലേക്ക് ഇഴഞ്ഞ് പാമ്പിന്റെ രൂപത്തിലും വന്നേക്കാം. അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ അടുത്തിടെ കേൾക്കാൻ ഇടയായി. വെള്ളിക്കെട്ടൻ എന്ന് വിളിക്കുന്ന ശംഖുവരയൻ പാമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ പാമ്പുകളിൽ ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ പാമ്പ് കടിച്ചാലും കടികൊണ്ട ആൾ പോലും അറിയാതെ പോകുന്നത് എന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വിഷമുള്ള 4 പാമ്പുകളിൽ പ്രധാനിയാണ് വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ. പകൽ സമയത്ത് ശാന്തനും മടിയനുമായ ഇവ രാത്രിയാകുന്നതോടെ അക്രമാസക്തനാകുന്നു. ഇവയുടെ വിഷപ്പല്ലുകൾ വളരെ ചെറുതാണ്. ഒരു സൂചി കുത്തുന്ന അല്ലെങ്കിൽ ഒരു കൊതുക് കടിച്ചാൽ ഉണ്ടാകുന്ന വേദന പോലും പലപ്പോഴും ഇവയുടെ കടിയേറ്റാൽ ഉണ്ടാകില്ല. ഒട്ടുമിക്ക പാമ്പുകളും മനുഷ്യരെ കണ്ടാൽ ഭയപ്പെട്ട് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ വെള്ളിക്കെട്ടൻ മനുഷ്യരിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. തറയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യരുടെ ശരീരത്തിലെ ചൂട് തിരിച്ചറിഞ്ഞ് ഇവ പുതപ്പിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കും. ഉറക്കത്തിലാണെങ്കിൽ ഇവയുടെ കടിയേറ്റാൽ നമ്മൾ അറിയുകയുമില്ല. ഇവയുടെ വിഷം ന്യൂറോടോക്സിക് ആണ്. ഇത് നേരിട്ട് നമ്മുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. ശരീരം സാവധാനം തളർന്നു പോവുകയും ചെയ്തേക്കാം. അണലിയോ മൂർഖനോ കടിച്ചാൽ ആ ഭാഗത്ത് രക്തം അല്ലെങ്കിൽ നീര് ഉണ്ടാകും. എന്നാൽ വെള്ളിക്കെട്ടൻ കടിച്ചാൽ ആ ഭാഗത്ത് പാടുപോലും ഉണ്ടാകില്ല. വിഷം ഡയഫ്രത്തെയും ഉദരപേശികളെയും ബാധിക്കുമ്പോൾ കഠിനമായ വയറുവേദന അനുഭവപ്പെടും. പാമ്പ് കടിച്ചത് അറിയാത്തത് കൊണ്ട് പലരും ഇതിനെ ഗ്യാസ് ട്രബിൾ ആയി കരുതും. പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് രാത്രി കടിയേറ്റാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഠിനമായ ക്ഷീണവും ശബ്ദവ്യത്യാസവും ഉണ്ടായേക്കാം. കൺപോളകൾ അടഞ്ഞു വരുന്നതായും ശ്വാസകോശത്തിലെ പേശികൾ തളരുന്നതോടെ ശ്വാസമെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തേക്കാം. മരണം സംഭവിക്കുന്നത് ശ്വാസം മുട്ടിയാണ്. പാമ്പ് കടിച്ചതായി സംശയം തോന്നിയാൽ ഒട്ടും സമയം കളയാതെ ആന്റിസ്നേക്ക് വെനമുള്ള ആശുപത്രിയിൽ എത്തുക.